In this video, we are going to study about the different types of data output. അതായത് GISലെ ഡേറ്റയെ എങ്ങനെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. So mainly there are two types of data output methods. That is categoric and non-categoric outputs. അതായത് കാറ്റഗ്രാഫിക് ഔട്ട്പുട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ബി റിലേറ്റഡ് ടു മാപ്പ്, ദേ വിൽ ബി സം വേ റിലേറ്റഡ് ടു മാപ്സ്. അതായത് മാപ്പിൻ്റെ തരത്തിലായിരിക്കും നമ്മൾ ഡേറ്റയെ ഔട്ട്പുട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരിക്കുമുള്ളൊരു വേൾഡ് മാപ്പ് അതുപോലെ ആയിരിക്കത്തില്ല, പക്ഷേ എന്നാലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കാറ്റഗ്രാഫിക് മാപ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നോൺ കാറ്റഗ്രാഫിക് മാപ്പ് ആയിട്ട് കഴിഞ്ഞ് കാറ്റഗ്രാഫിക് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ഇറ്റ് വിൽ നോട്ട് ബി മാപ്പ് ബേസ്ഡ്, വി വിൽ ബി യൂസിങ് സം അതർ മെക്കാനിസം ടു ഔട്ട്പുട്ട് ദി ഡേറ്റ അതർ ദാൻ മാപ്സ് അല്ലാതെ മറ്റ് രീതികളിലാണ് നമ്മൾ ഡേറ്റയെ ഔട്ട്പുട്ട് ചെയ്യുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് നോൺ കാറ്റഗ്രാഫിക് ഔട്ട്പുട്ട്. ഓക്കെ, സോ ദർ ആർ ബേസിക്കലി ടു ടൈപ്സ് ഓഫ്. ദെൻ കാറ്റഗ്രാഫിക് ഔട്ട്പുട്ടിനകത്ത് നമ്മൾ മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് മാപ്സ് ആണ്. ഓക്കെ, the basic maps, നമ്മുടെ സാധാരണ രീതിയിലുള്ള മാപ്സ്. സോ വാട്ട് ആർ മാപ്സ്? ദേ ആർ ആക്ച്വലി there is a compact and elegant way of ഡിസ്പ്ലേയിങ് സ്പേഷ്യൽ ഡേറ്റ. നമ്മുടെ സ്പേഷ്യൽ ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു വളരെ കോമ്പാക്റ്റും എലഗൻറ്റും ആയിട്ടുള്ള രീതിയാണ് വി യൂസ് മാപ്സ്. ഓക്കെ, ആക്ച്വലി ദ മാപ്പ് ഈസ് the main objective of using map is to communicate an information with the user who use it. Okay, ഈ മാപ്സ് തന്നെ ഡിഫറെൻറ്റ് ഫോംസിൽ വരാം എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ലൈക്ക് വി ഹാവ് പ്രൊപ്പഗൻഡ മാപ്സ്, we have topographic maps, then we have thematic maps. ഇങ്ങനെ പല രീതിയിലുള്ള മാപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് നമുക്ക് പറ്റും. അപ്പോൾ ഈ മാപ്പിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വി ഹാവ് സം ഡിസൈൻ എലമെൻറ്റ്സ്. There are certain design elements that we have to that we use to design maps. Okay, the first one is called the frame of reference. അതായത് ഒരു ഗ്ലോബൽ സ്കെയിലിൽ നമ്മൾ എവിടെയാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളതിനുള്ളതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഗ്ലോബൽ മാപ്പ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ മാപ്പ് എടുക്കുകയാണെങ്കിൽ, അത് ഇപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ ഈ ഭൂമിയിൽ എവിടെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ആണ്. അല്ലെങ്കിൽ ഇഫ് യു ടേക്ക് കേരളത്തിൻ്റെ ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ലൊക്കേഷൻ ഇന്ത്യയുടെ മാപ്പിൽ ഏകദേശം എവിടെയാണ് എന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. So that is called as frame of reference. For example, if you show this like this is called the frame of reference. ഇതാണ് നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു ഗ്ലോബൽ പിക്ചർ ഇതിനകത്ത് കൊടുത്തേക്കും, എന്നിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിനകത്ത് എവിടെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണും. സോ അതായത് ഈ ഒരു പാർട്ടിൻ്റെ ഒരു ഇച്ചിരി കൂടെ ഒരു വലുതായിട്ടുള്ള ഒരു ഇമേജാണ് ഇത്. ഓക്കെ, അതാണ് നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് സംതിങ് ലൈക്ക് ദി പ്രൊജക്ഷൻ യൂസ്ഡ്. The type of projection used. The first one is frame of reference. Then we have the type of projection used. ഏത് തരത്തിലുള്ള പ്രൊജക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയതെന്ന് പറയും. സോ അത് ഏകദേശം ഈ മാപ്പിൻ്റെ താഴെയായിട്ടൊരു ഫൂട്ടറിനകത്തായിരിക്കും കൊടുക്കുന്നത്. നമ്മളിവിടെ എഴുതും പ്രൊജക്ഷൻ. ഇവിടെ നമുക്ക് കോണിക് പ്രൊജക്ഷനാണ്. സോ ബിക്കോസ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഇവിടെ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് ഇസ് ആക്ച്വലി കോണിക് പ്രൊജക്ഷൻ. അതായത് ഇതൊരു കോൺ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, ദിസ് വൺ ഇതൊരു കോൺ ഷേപ്പിലായിരിക്കുന്നുണ്ട്, നമുക്കറിയാം ദിസ് ഇസ് കോണിക് പ്രൊജക്ഷൻ. അപ്പോൾ നമുക്കിവിടെ പ്രൊജക്ഷൻ കോണിക് എന്ന് പറഞ്ഞിട്ട് എഴുതും. ദെൻ വി ആർ ഷോയിങ് ദ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ബീങ് മാപ്ഡ്. ഏതൊക്കെ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ മാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ആണ്. അതിവിടെ സാധാരണഗതിയിൽ നമുക്കൊരു ലെജൻഡായിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. ലൈക്ക് ദിസ് യു സി ബൗണ്ടറി, ഇതുപോലെ ബൗണ്ടറി പാർട്ട് എ പാർട്ട് ബി എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ദ ഫീച്ചേഴ്സ് ദാറ്റ് ആർ മാപ്ഡ് ഇൻ ദ ഇത്. ദെൻ വി ഹാവ് സംതിങ് ലൈക്ക് ദ ലെവൽ ഓഫ് ജനറലൈസേഷൻ. എത്രത്തോളം ജനറലൈസ്ഡ് ആണ്, ദ ലെവൽ ഓഫ് ജനറലൈസേഷൻ.
ഓക്കെ, ലെവൽ ഓഫ് ജനറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാപ്പിനകത്ത് നമുക്ക് എല്ലാ ഇമേജും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ മാപ്പിനകത്ത് നമ്മളുടെ മാപ്പിൻ്റെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡേറ്റ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എല്ലാ ഡേറ്റയും കൂടെ വലിച്ചു വാരി കൊടുക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഷോയിങ് ഓൾ ദി റോഡ് നെറ്റ്വർക്ക് ഇൻ ട്രിവാൻഡ്രം സിറ്റി, തിരുവനന്തപുരത്ത് എല്ലാ റോഡുകളും നിങ്ങൾ കാണിക്കുമ്പോൾ ഉള്ള ഊടുവഴികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ യുവർ ഡേറ്റ അനാലിസിസ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഫോർ ദ യൂസർ ടു അണ്ടർസ്റ്റാൻഡ്. ഇതിൽ ഊടുവഴി ഏതാ, കറക്റ്റായിട്ടുള്ള വഴി ഏതാ എന്നുള്ളതിനെ പറ്റിയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജനറലൈസേഷൻ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇവിടെ നമ്മൾ താഴെയായിട്ട് ലെജൻഡിൽ നമ്മൾ എഴുതും, ഓക്കെ, ആക്യുറസി +50 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ലെവൽ ഓഫ് ജനറലൈസേഷൻ. ദെൻ വി ഹാവ് സംതിങ് ലൈക്ക് അനോട്ടേഷൻസ് യൂസ്ഡ്. അതായത് നമ്മൾ ഡേറ്റ നമ്മുടെ മാപ്പിനകത്ത് നമ്മൾ സാധനങ്ങളെ അടയാളപ്പെടുത്തിയാൽ മാത്രം പോരാ, ഓരോ സാധനവും എന്താണ് എന്ന് പറയണം. ഓക്കെ, അതാണ് അനോട്ടേഷൻസ് യൂസ്ഡ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാം, ഈ ഇവിടെ പറയുന്നുണ്ട് ഏരിയ എ, ഏരിയ ബി, ഏരിയ സി എന്നിങ്ങനെ കൊടുക്കുന്നുണ്ട്. ദീസ് ആർ കോൾഡ് ദി അനോട്ടേഷൻസ്. ഓക്കെ, ദീസ് ആർ കോൾഡ് ദി അനോട്ടേഷൻസ് ദാറ്റ് വി യൂസ് in this map. Okay, annotations എന്ന് വെച്ചാൽ എന്താ? It can be legends, keys or anything like that. So these are called annotations. Okay, next we will be looking for the symbols used, symbolisms used. അതായത് നമ്മളുടെ ഒരു മാപ്പിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾസ് ഉണ്ടാവും. അത് ഏതൊക്കെ സിമ്പിൾസ് ആണ് എന്നുള്ളതിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം. വി വിൽ ബി യൂസിങ് എ ലെജൻഡ് ഫോർ ദിസ്. ദിസ് ഈസ് ഫോർ യൂസിങ് സിംബോളിസംസ്, സിമ്പിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മാപ്പിന് നിർബന്ധമായിട്ടും വേണ്ടതെന്ന് പറയുന്നത് ഒരു മാപ്പ് ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഒരു മാപ്പിൻ്റെ ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ ആ മാപ്പിൻ്റെ ഒരു സ്കെയില്, ഏത് സ്കെയിലാണ് ഈ മാപ്പ് ഉള്ളത് എന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് ഏതർ ഒരു ഗ്രാഫിക്കൽ ഫോമിലായിരിക്കാം, അതുകൊണ്ട് ഇവിടെയുള്ളതിൻ്റെ കൂട്ട്. അതല്ലെങ്കിൽ നമുക്കൊരു റേഷ്യോ ഫോമിലോ വെർബൽ ഫോമിലോ ആയിരിക്കാം. അതായത് 1:1000 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു റേഷ്യോ ഫോമിലാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ വേറൊരെണ്ണം എന്ന് പറയുന്നത് നമ്മളുടെ എന്നാണ് ഈ മാപ്പ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ സോഴ്സ്, മാപ്പിൻ്റെ സോഴ്സ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരെണ്ണം ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ താഴെ ഇങ്ങനെ കൊടുത്തേക്കും, സോഴ്സ് ഓഫ് ഡേറ്റ. അതായത് സർവേ അല്ലെങ്കിൽ ഡേറ്റ് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് നമ്മളിതിനകത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പം 2020 എന്നാണെങ്കിൽ. സോ അതാണ് നമ്മൾ കൊടുക്കണം. അതായത് ഈ മാപ്പ് എന്നാണ് ഉണ്ടാക്കിയിരിക്കേണ്ടത് എന്ന് കൊടുക്കണം. പിന്നെ ഒരു നോർത്ത് ആരോ ഉണ്ടായിരിക്കണം. ദിസ് ഈസ് കോൾഡ് ആസ് ദി നോർത്ത് ആരോ. നോർത്ത് ആരോ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ഈ മാപ്പിൻ്റെ നോർത്ത് പൊസിഷൻ എവിടെയാണ്, അതായത് ഈ ഒരു ഇങ്ങനെ വേണം, നേരെ വേണം നോക്കാൻ, നോർത്ത് എങ്ങോട്ടാണ് ഇരിക്കുന്നത് എന്നതിനെപ്പറ്റി. അതായത് നമ്മൾ ഈ മാപ്പ് അനുസരിച്ച് നടന്നു പോകുമ്പം നമുക്ക് ഡയറക്ഷൻ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റിയിരിക്കണം. സോ ദാറ്റ് ഈസ് കോൾഡ് മാപ്പ്. ഇതാണ് ഒരു മാപ്പിൻ്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കണം നമ്മൾ സാധാരണ ഒരു മാപ്പ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് മാപ്സ് ആസ് കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട്. ഇനി കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ടിനകത്ത് തന്നെ മാപ്സ് അല്ലാതെ മറ്റ് ഔട്ട്പുട്ട്സ് ഉണ്ടാവാം. ഓക്കെ, വൺ സച്ച്, അതായത് അതർ ദാൻ മാപ്സ്, ഓൾട്ടർനേറ്റീവ് ഫോംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാപ്സ് അല്ലാതെ മറ്റ് ഫോംസ് ഓഫ് കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട്സ്. ഓക്കെ, മാപ്പ് ഒരു കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ടാണ്. പിന്നെ മാപ്സ് അല്ലാത്ത മറ്റ് കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വൺ സച്ച് ഈസ് കോൾഡ് കാർട്ടോഗ്രാം. കാർട്ടോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാപ്പ് തന്നെ ആയിരിക്കും, ഏകദേശം ഒരു മാപ്പിൻ്റെ അതേ സ്ട്രക്ചർ തന്നെ ആയിരിക്കും. പക്ഷേ വി വിൽ നോട്ട് ബി ഷോയിങ് എനി കൈൻഡ് ഓഫ് ജിയോഗ്രഫിക് things, ലൊക്കേഷൻസോ അതൊന്നും ആയിരിക്കത്തില്ല, ലൊക്കേഷൻസോ റോഡ് വേസോ. വി വോണ്ട് ബി ഷോയിങ് എനി കൈൻഡ് ഓഫ് ജിയോഗ്രഫിക് features. On the other hand, we will be showing some of the other informations, like ഒരു മാപ്പിനകത്ത് നമ്മളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് കാണിക്കാൻ നോക്കും.
അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ ചില പോപ്പുലേഷൻ മാപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിൽ ഹൈ ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ളിടത്ത് റെഡ് കളറ്, വേറെ ലോ ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ളിടത്ത് ഒരു യെല്ലോ കളറ്, പിന്നെ കുറച്ചും കൂടെ മീഡിയം ലെവൽ ഓഫ് പോപ്പുലേഷൻ ഉള്ളിടത്ത് നമ്മളൊരു ഗ്രീൻ കളറ്, പിന്നെ വളരെ സ്പാർസ് പോപ്പുലേഷൻ ഉള്ളിടത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കളറ്. ഇങ്ങനെ കളറ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിത് പലയിടത്തും കണ്ടിട്ടുണ്ടാകും. ദിസ് ക്യാൻ ബി യൂസ് ഫോർ മെനി തിങ്സ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇൻകം, പോപ്പുലേഷൻ, അല്ലെങ്കിൽ വി ക്യാൻ സേ അൺഎംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ. ഇതിനൊക്കെ നമുക്ക് ഈ കാർട്ടോഗ്രാംസ് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ ദെയർ ക്യാൻ ബി 3-dimensional maps. You can have 3-dimensional use of spatial data. അപ്പോൾ അതായത് നമ്മളുടെ യൂഷ്വലി നമ്മൾ കാണുന്ന മാപ്പുകളൊക്കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് 2D പ്രൊജക്ഷൻ. ബട്ട് സ്റ്റിൽ യു ക്യാൻ യൂസ് 3D പ്രൊജക്ഷൻ. അതായത് XYZ കോർഡിനേറ്റ്സ് ആയിട്ട് നമുക്ക് പോയിൻറ്റ്സിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു ആംഗിൾ ഓഫ് വ്യൂ ഒക്കെ കൊടുത്തിട്ട് വി ക്യാൻ ഹാവ് 3D പ്രൊജക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എവർ വാച്ച്ഡ് സംതിങ് ലൈക്ക് നമ്മുടെ ഗൂഗിൾ എർത്ത് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഗൂഗിൾ എർത്ത് ഈസ് ആക്ച്വലി എ 3-dimensional പ്രൊജക്ഷൻ. അതിൽ നമുക്ക് ഒരിടത്ത് പോയി കഴിഞ്ഞാൽ 3-dimensional വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് XYZ കോർഡിനേറ്റ്സിലുള്ള വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ആനിമേഷൻസ്. ആനിമേഷൻസിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു മസ്റ്റ് ഹാവ് ഹേർഡ് ഓർ മസ്റ്റ് ഹാവ് സീൻ. അതായത് ഇപ്പം ഒരു റോഡ്, ആ റോഡ് പണിതതിൻ്റെ രീതി ഒക്കെ നമുക്ക് കാണണമെങ്കിൽ വി ഹാവ് ആനിമേഷൻസ്. ഈ ആനിമേഷൻസിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ബി ഹാവിങ് എ സീരീസ് ഓഫ് മാപ്സ്. ഒരു സീരീസ് ഓഫ് മാപ്സ് നമുക്ക് ഉണ്ടാവും. ഈ മാപ്സിനെയൊക്കെ അടുക്കി വെച്ചിട്ട് വി വിൽ ബി പ്ലേയിങ് ഇറ്റ്. സോ ദെൻ വി വിൽ ഫീൽ ദാറ്റ് ഓക്കെ ദ മാപ്പ് ഇസ് ആക്ച്വലി മൂവിങ്. ദാറ്റ് ഈസ് കോൾഡ് എസ് ആനിമേഷൻ. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ സ്പേഷ്യൽ എൻറ്റിറ്റിയുടെ ഡെവലപ്മെൻറ്റ് കാണിക്കാനായിരിക്കും നമ്മൾ മിക്കവാറും ഈ ആനിമേഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് സംതിങ് ലൈക്ക് നോൺ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട്. നോൺ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ നോട്ട് ബി യൂസിങ് മാപ്സ്. ഓൺ ദി അതർ ഹാൻഡ് വി വിൽ ബി യൂസിങ് സംതിങ് എൽസ് ടു ഡിസ്പ്ലേ തിങ്സ്. അപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിളാണ് ലിങ്ക്ഡ് ഡിസ്പ്ലേ. ലിങ്ക്ഡ് ഡിസ്പ്ലേക്കകത്ത് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഹാവ് മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് ഓർ മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ദ സെയിം മാപ്പ്. ഒരേ മാപ്പിൻ്റെ തന്നെ പല ഡിസ്പ്ലേസ് ഉണ്ടാവും. ഓക്കെ, അതിലേതെങ്കിലും ഒരു മാപ്പിൽ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് എല്ലാ മാപ്പിനകത്തും അത് വ്യത്യാസം വരും. സോ ദാറ്റ് ഈസ് കോൾഡ് എസ് ഡൈനാമിക് ലിങ്കിങ്. അതായത് ഇതിലേതെങ്കിലും ഒരു മാപ്പിനകത്ത് ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു മറ്റേതിനകത്ത് ഒരു ചേഞ്ച് ഉണ്ടാകും. അപ്പം ഇതൊരു വലിയ മാപ്പാണെന്ന് വിചാരിക്കുക. ഇതിൽ നിന്നും ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരിയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു മാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഈ മാപ്പിനകത്തൊരു ചേഞ്ച് വരുത്തിയാൽ അത് ഇതിനെ എഫക്റ്റ് ചെയ്യും. ഇതിനകത്തൊരു മാപ്പിന് ചേഞ്ച് വരുത്തിയാൽ നമ്മുടെ തിരിച്ചും എഫക്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് ലിങ്ക്ഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഡൈനാമിക് ലിങ്കിങ് കേപ്പബിലിറ്റീസ്. അപ്പോൾ ഡൈനാമിക് ലിങ്കിങ് കേപ്പബിലിറ്റീസ് ഉള്ളതാണ് ലിങ്ക്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി an example for non-cartographic output. ഓക്കെ, നോൺ കാർട്ടോഗ്രാഫിക് ഔട്ട്പുട്ടായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ലിങ്ക്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, then we have something we are going to study about other things like കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച്. ദിസ് കോൾഡ് സ്പേഷ്യൽ മൾട്ടിമീഡിയ. സ്പേഷ്യൽ മൾട്ടിമീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു ഡിസ്പ്ലേക്കകത്ത് വി ഹാവ് സീൻ ഓൺലി മാപ്സ് അല്ലെങ്കിൽ മാപ്പ് ലൈക്കാണ് അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ മാത്രമാണ്. ഇനി ടെക്സ്റ്റുകളും ഗ്രാഫിക്കൽ സംഭവങ്ങളും അല്ലാതെ വി ക്യാൻ ഹാവ് മൾട്ടിമീഡിയാസ്, ദാറ്റ് ഈസ് ലൈക്ക് ഓഡിയോസ് ആൻഡ് വീഡിയോസ് ഇൻ എ മാപ്പ്. ഒരു മാപ്പിനകത്ത് നമുക്ക് ഓഡിയോയിനെയും വീഡിയോസിനെയും ഒക്കെ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടുള്ള വി ഹാവ് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ദിസ് ഇസ് ലൈക്ക് വി ക്യാൻ പ്രൊവൈഡ് ദ യൂസർ അഡീഷണൽ കോണ്ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻ അബൌട്ട് ദ സ്പേഷ്യൽ ഡീറ്റെയിൽ. നമ്മൾക്ക് യൂസറിന് ഈ സ്പേഷ്യൽ ഡീറ്റെയിലിനെ പറ്റി കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയാസ് കൊടുക്കാൻ നമുക്ക് പറ്റും. ദെൻ ദിസ് ഹാസ് ഗോട്ട് സെവറൽ മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻസ്. പല മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഇതിനുണ്ടാവും. അതായത് നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിനെ കുറച്ചും കൂടെ രസകരമായിട്ടൊക്കെ പ്ലേസ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഈ മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻസ് അല്ലാതെ നമുക്ക് വി ഹാവ് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ
വിമാനം വന്നിറങ്ങുമ്പോൾ ഇഫ് യു യൂസ് സൗണ്ട്സ്, ഒരു വിമാനത്തിൻ്റെ സൗണ്ടുകളും കൂടെ ഇമ്പ്രൂവ് ചെയ്താൽ വി ക്യാൻ ആക്ച്വലി സ്റ്റഡി അബൌട്ട് ദി നോയിസ് പൊല്യൂഷൻ ഓഫ് ദറ്റ് ഏരിയ. അപ്പോൾ ഒരു വിമാനത്താവളം നമ്മൾ പണിയുന്നു ആൻഡ് നമ്മളൊരു സിമുലേഷൻ കൊടുക്കുവാണ്. ഈ വിമാനം ഇറങ്ങുന്നത്, ടേക്ക് ഓഫ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരു സിമുലേഷൻ കൊടുത്താൽ വി ക്യാൻ ആക്ച്വലി സ്റ്റഡി അബൌട്ട് ദ എമൗണ്ട് ഓഫ് നോയിസ് പൊല്യൂഷൻ ദാറ്റ് മേ ഒക്കർ ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് എയറോഡ്രോം. ഓക്കെ, അത് ഒരു ഗുണമാണ്. ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി മെക്കാനിസംസ് ഓഫ് ഡെലിവറി. അതായത് നമ്മൾ ഔട്ട്പുട്ട് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു, എങ്ങനെയൊക്കെ ഔട്ട്പുട്ട് ചെയ്യാം എന്നതിനെ പറ്റി പറഞ്ഞു. ഈ ഔട്ട്പുട്ടുകൾ എങ്ങനെ ഒരു യൂസറിൻ്റെ കയ്യിൽ എത്തിക്കാം, ദാറ്റ് ഈസ് കോൾഡ് ആസ് മെക്കാനിസംസ് ഓർ മീഡിയാസ് ഓഫ് ഡെലിവറി. അതായത് ഒരു ഔട്ട്പുട്ടിനെ എങ്ങനെ നമുക്ക് ഡെലിവറി ചെയ്യാം എന്നതിനെ പറ്റി, ഏത് മീഡിയയിലൂടെ നമുക്ക് ഡെലിവറി ചെയ്യാം എന്നുള്ളതിനെയാണ് നമ്മൾ മീഡിയാസ് ഓഫ് ഡെലിവറി പറയുന്നത്. ആക്ച്വലി ദർ ആർ 2 types of medias. Okay, the first one is called permanent and there is ephemeral output. പെർമനൻ്റ് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി പെർമനൻറ്റ്, ലൈക്ക് എ ഹാർഡ് കോപ്പി, ഒരു പ്രിൻ്റഡ് കോപ്പി പോലെയായിരിക്കും. അതായത് നമുക്ക് ഒരു തവണ ആ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഔട്ട്പുട്ട് മാറ്റാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് കോൾഡ് പെർമനൻറ്റ് ഓർ ഹാർഡ് കോപ്പി. എഫീമറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ വൺസ് ഈവൻ ഇഫ് വി പ്രിൻ്റ് ഇറ്റ് വി ക്യാൻ ചേഞ്ച് ഇറ്റ്. ദാറ്റ് ഈസ് കോൾഡ് സോഫ്റ്റ് കോപ്പി. ഓക്കെ, ഇപ്പോൾ ഹാർഡ് കോപ്പിക്കകത്ത് വരുന്നതെന്ന് പറയുന്നത് വി ഹാവ് പ്രിൻ്റർ കോപ്പീസ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രിൻറ്റേഴ്സ് എന്ന് വെച്ചാൽ യു ക്യാൻ ഹാവ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, യു ഹാവ് ഇൻക്ക്ജെറ്റ് പ്രിൻ്റർ, യു ഹാവ് ലേസർ പ്രിൻ്റേഴ്സ്. ഇപ്പോൾ ഈ ഓരോ പ്രിൻ്ററും സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ദ ക്വാളിറ്റി ഓഫ് പ്രിൻറ്റിങ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, ഇതിൽ ലേസർ പ്രിൻ്റേഴ്സിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റേഴ്സൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റോ മറ്റോ ഒക്കെ ആയിരിക്കും. ആൻഡ് ദെൻ എഫീമറൽ ഔട്ട്പുട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ദീസ് ഔട്ട്പുട്ട്സ് ദാറ്റ് ആർ ഡിസ്പ്ലേഡ് ഓൺ എ സ്ക്രീൻ. Okay, we can use personal digital assistants, PDAs and our mobile phones. ഇതൊക്കെ നമുക്ക് എഫീമറൽ ഔട്ട്പുട്ടിനകത്ത് ഉപയോഗിക്കാം. തന്നെയുമല്ല, എഫീമറൽ ഔട്ട്പുട്ടിൻ്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറയുന്നത് വി ക്യാൻ യൂസ് GPS, അതായത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കറണ്ട് ഒരു ലൈവ് ലൊക്കേഷൻ ഈ പറയുന്ന മാപ്പിനകത്ത് ഉപയോഗിച്ച് നിങ്ങളിപ്പോൾ എവിടെയാണുള്ളതെന്നൊക്കെ വെച്ച് വി ക്യാൻ ഹാവ് എ ബെറ്റർ വ്യൂ ഓഫ് ദി മാപ്പ്, ബെറ്റർ ട്രാക്കിംഗ് ഓഫ് ദി മാപ്പ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഈ എഫിമറൽ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്ന ഡിവൈസസ് ദേ ആർ കോൾഡ് സ്ക്രീൻസ്, ഡിജിറ്റൽ സ്ക്രീൻസ് ആണ്. ദേ ക്യാൻ ബി CRT, കാഥോഡ് റേ ട്യൂബ്, LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ഓർ LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഡിസ്പ്ലേ. ഇങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ദിസ് ഡിസ്പ്ലേ ക്യാൻ ബി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ കളർ. പിന്നെ നമുക്കറിയാം നമ്മുടെ സ്ക്രീൻസിൽ ദർ ഇസ് ആക്ച്വലി മാസീവ് എമൗണ്ട് ഓഫ് improvement in technology that was occurring in screens. സ്ക്രീനിൻ്റെ ടെക്നോളജീസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. വി ഹാവ് വെരി തിൻ സ്ക്രീൻസ്, വി ഹാവ് ഗോട്ട് ഫ്ലെക്സിബിൾ സ്ക്രീൻസ്, മടക്കാൻ പറ്റുന്ന സ്ക്രീൻസ് ഒക്കെ നമുക്കുണ്ട്. സോ ആസ് എ റിസൾട്ട് വി ഹാവ് ഗോട്ട് സ്ക്രീൻസ് വിത്ത് വെരി ലോ പവർ കൺസപ്ഷൻ. ഇങ്ങനത്തെ ഒക്കെ ഉള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും ഉണ്ട്. ദിസ് എഫീമറൽ ഔട്ട്പുട്ട്സ് ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ പോപ്പുലർ ആൻഡ് മോർ യൂസ്ഡ് ദാൻ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്സ്. Then we can also use, there is another ephemeral output called slide shows. നമുക്ക് മാപ്സിൻ്റെ സ്ലൈഡ് ഷോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും. Then there is this, with the recent development in technology we can use virtual reality and augmented reality. വിർച്വൽ റിയാലിറ്റിയും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും നമുക്ക് മാപ്സിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. വിർച്വൽ റിയാലിറ്റി വെച്ചിട്ടുള്ളൊരു വലിയ ഗുണം എന്ന് പറയുന്നത് വി ക്യാൻ ഗീവ് ഫീൽഡ് സർവീസ്. അതായത് നമ്മളിപ്പം പോൾസിലോട്ട്, നോർത്ത് പോളിലോട്ട്, സൗത്ത് പോളിലോട്ട്, ആർട്ടിക് സർക്കിളിലോട്ടൊക്കെ ആൾക്കാരെ വിടുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്കറിയാം വലിയ ഹാർഷ് ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മൾ നേരെ ആൾക്കാരെ വിടുന്നതിന് പകരം വി ക്യാൻ ഗീവ് ദം എ ട്രെയിനിങ് യൂസിങ് ദിസ് വിർച്വൽ റിയാലിറ്റി. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഫീൽഡ് വർക്കിന് ഇച്ചിരി ഒരു റിമോട്ട് ലൊക്കേഷനിലോട്ടുള്ള ഇതിന് ഒരു കുറച്ചുകൂടെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ നമുക്ക് വിർച്വൽ റിയാലിറ്റി വെച്ചിട്ട് പറ്റും. Then there is this serving maps on webs. അതായത് നമുക്ക് മാപ്സിനെ വെബിനകത്ത് സെർവ് ചെയ്യാൻ പറ്റും. അതായത് വെബ് ബേസ്ഡ് ആയിട്ട് നമുക്ക് മാപ്സിനെ സെർവ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാപ്സിൻ്റെ പല ആളുകൾക്കായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും.
ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഈ മാപ്സ് ഒരേ സമയം ഡെലിവറി ചെയ്യാൻ പറ്റും. തന്നെയുമല്ല ഈ പല ആൾക്കാർക്ക് നമുക്ക് ഈ മാപ്പ് എഡിറ്റിംഗ് പെർമിഷനൊക്കെ കൊടുത്ത് അവർക്ക് അവരുടേതായ ഇൻഫർമേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൻ എക്സാമ്പിൾ ഇസ് കോൾഡ് ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ എർത്ത്. ഇങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഇഫ് സംബഡി ലൈക്ക് എ ഹോട്ടൽ മാനേജർക്കോ മറ്റോ മാപ്പ് വേണമെങ്കിൽ അയാൾ പോയിട്ട് സർവേ ചെയ്ത് അയാൾ ഡേറ്റ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ദേ ക്യാൻ പർച്ചേസ് ദ ഡേറ്റ ഫ്രം ദിസ്. വി ക്യാൻ ഷെയർ ഡേറ്റ വിത്ത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ഇപ്പം മെറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാം, ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാം. അങ്ങനത്തെ ഉപയോഗങ്ങളുണ്ട് വെൻ വി സെർവ് മാപ്സ് യൂസിങ് വെബിൽ നമ്മൾ മാപ്സിനെ സെർവ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് അബൌട്ട് മാപ്സ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് അബൌട്ട് GIS ഡേറ്റ ഔട്ട്പുട്ട്. So we have studied about what are the types of output. We have studied that there is basically two types of data output, GIS data output. They are cartographic and non-cartographic. Cartographic എന്ന് വെച്ച് കഴിഞ്ഞാൽ there will be some kind of based on maps. നമ്മൾ മാപ്സ് പറഞ്ഞു, മാപ്സിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് പറഞ്ഞു, മാപ്പിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ പറഞ്ഞു. You studied about what are the alternatives for maps. ഒരു കൺവെൻഷണൽ മാപ്സ് അല്ലാതെ മാപ്സിന് എന്തൊക്കെ തരം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവാമെന്ന് പറഞ്ഞു. We have studied about cartograms. We have studied about 3D views of maps. മാപ്പിൻ്റെ 3D വ്യൂസ് പഠിച്ചു. Then we have studied about animations. So next we have studied about non-cartographic input. അതായത് മാപ്പ് ബേസ്ഡ് അല്ലാതെ മറ്റെന്തൊക്കെ ഔട്ട്പുട്ട് വരാമെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞതാണ് ലിങ്ക്ഡ് ഡിസ്പ്ലേ. ലിങ്ക്ഡ് ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് ഡൈനാമിക് ലിങ്കിങ് ഉപയോഗിച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് സ്പേഷ്യൽ മൾട്ടിമീഡിയ ആൻഡ് ഓഡിയോസ് ആൻഡ് വീഡിയോസ്. സ്പേഷ്യൽ മൾട്ടിമീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിനകത്ത് മൾട്ടിമീഡിയ കൂടെ ഉപയോഗിക്കുന്നു. ദേ ക്യാൻ യൂസ് ഓഡിയോസ് ആൻഡ് വീഡിയോസ്. അതിൻ്റെ പർപ്പസ് പറഞ്ഞു വി ഹാവ് മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻ ആൻഡ് വി ക്യാൻ ഓൾസോ യൂസ്ഡ് ഇറ്റ് ഫോർ സ്റ്റഡീസ് എന്ന് പറഞ്ഞു. ദെൻ we have studied about the mechanisms of delivery. രണ്ട് തരം ഡെലിവറി മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞു. there is permanent and there is ephemeral. പെർമനൻറ്റിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഹാർഡ് കോപ്പിയാണ്. ഹാർഡ് കോപ്പി ഇറ്റ് ക്യാൻ ബി ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ ഓർ ലേസർ പ്രിൻ്റർ ഓർ സച്ച് പ്രിൻ്റേഴ്സ് വി ക്യാൻ യൂസ്. എഫിമെറൽസിനകത്ത് വി യൂസ് ഡിജിറ്റൽ സ്ക്രീൻ, CRT, LCD, LED അല്ലെങ്കിൽ സ്ലൈഡ് ഷോസൊക്കെ നമുക്ക് എഫിമെറൽ വെച്ച് പറ്റും. വി ക്യാൻ യൂസ് GPS to give a live location. And we have studied about virtual reality and augmented reality. Then we have also studied about survey maps through GIS. So thank you. Maps through web. So that's all for